guys, welcome back to my channel Foods of Idiki. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. മഷ്റൂം മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. മഷ്റൂം മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. അതിനു മുമ്പേ നമുക്കിതിൽ ഒരു ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കണം. ഈ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തന്നിട്ട് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു 2 മീഡിയം സൈസ് തക്കാളി ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കുമ്പോൾ മാറ്റിയെടുക്കാം. ഇതിനാണ് ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്നത്. ഇതൊരു മീഡിയം സൈസ് 2 തക്കാളി കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിന്ന് മഷ്റൂം മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. മഷ്റൂം മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് മഷ്റൂമാണ്. ഞാൻ ഇത് ബട്ടർ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഇത് ഓരോ മഷ്റൂമും 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ഉണ്ട്. ഇത് 200 ഗ്രാം മഷ്റൂം, 2 മീഡിയം സവോള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. ഒരു 2 ഇഞ്ചോളം വരുന്ന കറുവാപ്പട്ട, 2 ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, രണ്ടും കൂടെ ഒന്നിച്ച് അരച്ച് വെച്ചേക്കുന്നതാണിത്. ഇത് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ്, നമ്മുടെ കശുവണ്ടി പരിപ്പിൻ്റെ പേസ്റ്റാണ്. ഇതൊരു 10 കശുവണ്ടി ഞാൻ എടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് കുതിർന്നതിന് ശേഷം ഇത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ. ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി 1/2 ടീസ്പൂൺ. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല, അത് ഉണക്കി പൊടിച്ചെടുത്തതാണ്. അതാണ് കസൂരി മേത്തി. ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് കസൂരി മേത്തി കിട്ടുന്നത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലാണ് ഞാനിതൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് കസൂരി മേത്തി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇങ്ങനെ 27 രൂപയേ ഉള്ളൂ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിക്കാനായിട്ട്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കസൂരി മേത്തി എന്ന് ചോദിച്ചാൽ കിട്ടും. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളം, ഉപ്പ് പാകത്തിന്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയുമാണ് മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജീരകം, നമ്മളെടുത്ത് വെച്ചേക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറുവാപ്പട്ട, ഏലക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിനി എടുത്ത് വെച്ചേക്കുന്ന കറുവാപ്പട്ട, 2 ഏലക്ക, ഇതൊന്ന് മുരിഞ്ഞ് ഇതിൻ്റെ മണമൊക്കെ ഈ എണ്ണയിലേക്കൊന്ന് ഇറങ്ങണം. അത് മുരിഞ്ഞിട്ടുണ്ട്. സവോള, ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കാണിക്കും. നമ്മുടെ സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി. ഇത് നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കാം. ഈ ടൊമാറ്റോയുടെ വെള്ളം ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ടൊമാറ്റോ പ്യൂരിയുടെ വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇതൊന്ന് വഴറ്റാം. ഇതെല്ലാം കൂടെ വഴന്നിട്ട് എന്ത് നല്ല മണം വരുന്നതെന്നറിയാം. ശരിക്കും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ ഒരു ഐറ്റത്തിന് ഒട്ടും ബിൽഡപ്പ് കൊടുത്ത് പറയല്ല. ശരിക്കും
ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും നോക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഈ തവി ഒന്ന് മാറ്റി വേറൊരു തവി വെച്ച് മിക്സ് ചെയ്യാം. ആ തവിയോട് ഇളക്കിയിട്ട് തീരെ ബലം കിട്ടുന്നില്ല. അപ്പോൾ ഈ പൊടികളെല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുക്കണം. ചിലർക്ക് ഉപ്പ് കുറച്ച് മതി, ചിലർക്ക് ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് വേണം. അതുകൊണ്ട് ഞാൻ എല്ലാ റെസിപ്പി ചെയ്യുമ്പോഴും ഉപ്പ് പാകത്തിനെന്ന് മാത്രം പറയുന്നത്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയപ്പ് വെള്ളം മുഴുവൻ ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതൊരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇതിനിടയ്ക്ക് 2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഗരം മസാല ചേർത്ത് കൊടുക്കാം. അളവെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം. ഇത് ഒരുപാട് ചാറായിട്ടല്ല ഇരിക്കേണ്ടത്. ഇതൊരു സെമി ഗ്രേവി ആയിട്ടിരിക്കണം. ചപ്പാത്തി, നാൻ, റുമാലി റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കശുവണ്ടി പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, കാഷ്യൂനട്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു രുചിയാണ്. അതുപോലെ എരിവൊക്കെ ഇത്തിരി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആവാനായിട്ട് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പറ്റും. കശുവണ്ടി പരിപ്പ് ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും. ഇനി നമുക്ക് അവസാനമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മെത്തി നമുക്ക് കയ്യിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് തിരുമിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.